പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിലും മഴ ശക്തിപ്പെട്ടിട്ടുണ്ട്. പെരുന്നാട് കോസ്വേ മുങ്ങി. പന്തളത്ത് കാറ്റിലും മഴയിലും നാശനഷ്ടമുണ്ടായി. പന്തളം യക്ഷി വിളക്കാവിന് സമീപം 10ഓളം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നിരവധി മരങ്ങളും കാറ്റിൽ ഒടിഞ്ഞു വീണിട്ടുണ്ട്. വിവരങ്ങളുമായി CK അഭിലാലാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. കുറേ മണിക്കൂറുകളായി മഴ അവിടെ മാറി നിൽക്കുകയായിരുന്നില്ല, അത് വീണ്ടും ശക്തി പ്രാപിച്ചോ? നാശനഷ്ടങ്ങൾ മറ്റെന്തൊക്കെയാണ് അഭിലാൽ? പന്തളം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ഭാഗമാണ്. നഗരസഭയുടെ 27, 28 വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടി ആരംഭിച്ച മഴയ്ക്ക് ഒപ്പം വീശിയടിച്ച കാറ്റ് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് 27-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചെളിത്തടത്തിൽ ലക്ഷ്മിക്കുട്ടി എന്ന ആളിൻ്റെ വീടാണ്. അയൽവാസിയായിട്ടുള്ള അലക്സിൻ്റെ പുരയിടത്തിൽ നിന്നിരുന്ന കൂറ്റൻ ഈട്ടിമരം കടപുഴകി വീഴുകയായിരുന്നു. ആ വീടിൻ്റെ ലക്ഷ്മിക്കുട്ടിയുടെ വീടിൻ്റെ 1ാം നിലയുടെ ബീമും അതോടൊപ്പം തന്നെ 2ാം നിലയുടെ ബീമും തകർന്നിട്ടുണ്ട്. അലക്സിൻ്റെ അതോടൊപ്പം തന്നെ ലക്ഷ്മിക്കുട്ടിയുടെയും വീടുകൾക്ക് വസ്തുവിൻ്റെ അതിർ ഭാഗത്തായിട്ടുള്ള ഏറെക്കുറെ 3 അടി ഉയരമുള്ള ഭിത്തി തകർന്നിട്ടുണ്ട്. GI ഷീറ്റ് കൊണ്ട് മറച്ചിരുന്ന ഭാഗങ്ങളും അടർന്നു പോയിട്ടുണ്ട്. മരത്തിൻ്റെ മൂടോടെ തന്നെ പിഴുത് മറിയുകയാണ് ഉണ്ടായത്. ഈ സ്ഥലത്ത് നിൽക്കുന്ന മരം അപകടാവസ്ഥയിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലക്ഷ്മിക്കുട്ടി നഗരസഭയിൽ ഇത് മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് ഏറെ മാസങ്ങൾക്ക് മുൻപ് തന്നെ നൽകിയിരുന്നു. പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല. അതാണ് ഈ ഒരു കാറ്റിൽ ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. വീടിൻ്റെ പല ഭാഗത്തും ഭിത്തിക്ക് പൊട്ടൽ കൂടി സംഭവിച്ചിട്ടുണ്ട്. കാരണം വലിയ ഭാരമുള്ള മരം ഒടുന്നനെയുള്ള കാറ്റിൽ അടർന്നു വീണു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത്. എന്തായാലും ഈ വീട്ടിൽ ഈ സമയം ലക്ഷ്മിക്കുട്ടിയും ചെറുമകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. മകൾ ഒരാളുള്ളത് ജോലി സ്ഥലത്തും ആയിരുന്നു. ചുരുക്കത്തിൽ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് 27, 28 വാർഡുകളിലായിട്ട് ഉണ്ടായിരുന്നത്. സമീപത്തായിട്ട് പലയിടങ്ങളിലും സമാനമായ രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാറ്റിൽ മരം കടപുഴകി വീണോ അതല്ലെങ്കിൽ മരങ്ങളുടെ ശിഖരങ്ങൾ അടർന്നു വീണോ ഒക്കെ തന്നെ പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മേഖലയിലെ വൈദ്യുതി ബന്ധം കഴിഞ്ഞ 12 മണിക്കൂറായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. പന്തളത്ത് വലിയ ഒരു നാശനഷ്ടം ഉണ്ടായതല്ലേ? അതെ, ഒത്തിരി സ്ഥലത്ത് ഇതേപോലെ മരം ഒടിഞ്ഞു വീണിട്ട് ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനും എല്ലാം തകർന്നു പോയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ വീടുകൾക്ക് ഇപ്പോൾ ഇത് കുറേ നാളുകൾക്ക് മുമ്പായിട്ട് പരാതി കൊടുത്തൊരു മരമായിരുന്നു. അത് അന്ന് വെട്ടിമാറ്റിയില്ല. വീട്ടുടമസ്ഥനോട് പലതവണ വീട്ടുകാരും എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ അദ്ദേഹം അത് തയ്യാറായില്ല. ഇപ്പോൾ ഇതെല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഈട്ടിമരം ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് വലിയ മരമാണ്, അത്രയും നാശനഷ്ടം സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ വീണ്ടും മഴ ശക്തിപ്പെടുകയും 12 മണിയോടുകൂടി വീണ്ടും ചെറിയ രീതിയിൽ കാറ്റ് അടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നമായി അവശേഷിക്കുന്നത് തകർന്നു പോയ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തന്നെ മാറ്റി പുതിയത് സ്ഥാപിക്കാനുള്ള കാലതാമസമാണ്. അതിന് ഒരുപക്ഷെ ഈ പകൽ പൂർണ്ണമായും തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ ഒരു 200 മീറ്റർ ചുറ്റളവ് വരുന്ന പ്രദേശത്ത് മാത്രം 12 ഇലക്ട്രിക് പോസ്റ്റുകളാണ് മരങ്ങൾ കടപുഴകി വീഴുകയോ മരശിഖരങ്ങൾ വീണോ തകർന്നു പോയിട്ടുള്ളത്. അത് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടിൻ്റെ ഉടമസ്ഥ കൂടിയായ ലക്ഷ്മിക്കുട്ടി അമ്മ ചേരുന്നുണ്ട്. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത്? അത്രേ ഉള്ളായിരുന്നു. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. എനിക്ക് ഭയമായിരുന്നു. ഈ കാറ്റും മഴയും എല്ലാം കൂടെ വന്നപ്പം ഭയമായിരുന്നു. വീട് തകർന്നു പോകുമോ എന്നുള്ള ഞാൻ പേടിച്ചു പോയി. മരമാണ് ഈ ശബ്ദം കേട്ടപ്പോൾ മരമാണ് വീടുന്നതെന്ന് മനസ്സിലായായിരുന്നോ? അറിയത്തില്ലായിരുന്നു എന്തുവായിരുന്നു. വീട് തകർന്നു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ ഓടി, പിന്നെ എല്ലാവരും മോളപ്പുറത്തുണ്ടായിരുന്നു. മോളെയൊക്കെ വിളിച്ചു ഫോണിൽ. ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭിത്തിക്കൊക്കെ ചെറിയ പൊട്ടലുണ്ട്. പൊട്ടലുണ്ട്. അപ്പം മോനൊക്കെ വെളിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ. ഓക്കെ, എന്തായാലും മറിഞ്ഞു വീണ മരങ്ങൾ ഇവിടെ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും നീക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇടറോഡാണ്. മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ അടർന്നു വീണും ഒപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തന്നെ തകർന്നു വീണതിനെ തുടർന്ന് സ്തംഭിച്ചിട്ടുള്ള ഗതാഗതം പൂർണ്ണതോതിൽ ഈ ഇടറോഡുകളിൽ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഒരുപക്ഷെ വൈകുന്നേര സമയം വരെ വേണ്ടിവരും. വൈദ്യുതി ബന്ധം തകരാറിലായതാണ്
ആളുകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. സമീപകാലത്തെങ്ങും തന്നെ അപ്പോഴും ആർക്കും അപായങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരം തന്നെയാണ്.